സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റൻസ് മേക്കിംഗ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബേസിക് ആയിട്ടൊരു സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നതും, അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് തട്ടിയും മുട്ടിയും ഒരു വൺ സെൻറ്റൻസ് ആണെങ്കിൽ പോലും പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മളൊരു കാര്യം ഓർക്കാം, ഈ ഒരു സെൻറ്റൻസ്, ഒരു ജർമ്മൻ സെൻറ്റൻസ് എഴുതുമ്പോൾ വേർബ്സിനും നൗൺസിനും ഒരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും. ഓക്കെ, എന്നാൽ സെക്കൻഡ് പൊസിഷനിൽ ഒരു വേർഡ് വരുവാണെങ്കിൽ എപ്പോഴും ഒരു വെർബ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് പറയുകയാണെങ്കിലും സെക്കൻഡ് പൊസിഷനിൽ വെർബ് ഉണ്ടാവണം. അത് കമ്പൾസറിയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി വെർബ് ഇപ്പം സെക്കൻഡ് പൊസിഷനിൽ വെർബാണെങ്കിൽ ഇവിടെ വെർബ് വന്നു, വെർബിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നോമിനേറ്റീവ് ഇവിടെ വരാം. അത് പറഞ്ഞാൽ വെർബിൻ്റെ ലെഫ്റ്റിലേക്ക് വരാം അല്ലെങ്കിൽ വെർബിൻ്റെ റൈറ്റിലേക്ക് വരാം. ഓക്കെ, സോ അത് മാത്രമാണ് ബേസിക് റൂൾ. എങ്ങനെയാണ് സെക്കൻഡ് പൊസിഷനിൽ വെർബ് വരണം, വെർബിൻ്റെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലായിട്ട് സബ്ജക്റ്റ് വരാം. അപ്പോൾ അതാണ് ബേസിക് നമ്മളൊരു സെൻറ്റൻസ് മേക്കിങ്ങിൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാനിപ്പോൾ കുറച്ച് സെൻറ്റൻസ് ചെയ്തിട്ടുണ്ടാവല്ലോ, അതിൽ ഇഷ് ഹാബ് einen Apfel jetzt, ഇഷ് ഹാബ് einen Apfel jetzt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ have a apple now. I have a apple now മീനിങ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നു, ഹാവൻ വെർബ് വന്നു. ഇനി ഇതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ എപ്പോഴും സെൻറ്റൻസ് എഴുതുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൂ, ആര്, ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നേ. അപ്പോൾ ആരുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആപ്പിളുള്ള? ഇഷ്, എൻ്റെ കയ്യിൽ. അപ്പോൾ ആ എൻ്റെ ഇഷ് എന്തായി മാറി? ഇത് വെർബ്, ഇത് സബ്ജക്റ്റായിട്ട് മാറി. സബ്ജക്റ്റിന് നമ്മൾ വെർബ് എന്താ പഠിച്ചേക്കണം പറയാൻ? നോമിനേറ്റീവായി മാറിയത്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഈ കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇഷ് ഹാബ്, ഇഷ് സബ്ജക്റ്റായി, ഹാബ് വെർബായി. ഇനി അയൻ ആപ്പിൾ ഒരു സാധനമായി. ടൈം ലൈൻ നോക്കുമ്പോൾ ഇപ്പോൾ യെറ്റ്സ് നൗ. ഇനി ഞാൻ വേറൊരു സെൻറ്റൻസ് എഴുതി, അതിലെന്ത് എഴുതി? അയനൻ ആപ്പിൾ ഹാവ് എ യെറ്റ്സ്. മീനിങ് സെയിം തന്നെയാണ്, അന്ന് ഇപ്പോൾ ഉണ്ട് കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എന്താ വെച്ചേ? വെർബ് വന്ന് തേർഡ് പൊസിഷനിൽ വന്നു. നമ്മളെന്താ പഠിച്ചേ? വെർബ് എവിടെയായിരിക്കണം? സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിക്കും നോക്കുവാണെങ്കിൽ തെറ്റല്ലേ? ബിക്കോസ് 1, 2, 3 സത്യം പറഞ്ഞാൽ ഈ സെൻറ്റൻസ് റൈറ്റാണ്, ശരിയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഞാൻ പറയാം, എ ആപ്പിൾ ഹാവ് ഐ നൗ. ഓക്കെ, ഇതിൽ ജർമ്മൻ്റെ ഒരു എഴുതി വെച്ചിട്ടും നമുക്ക് വേർഡ് എവിടെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, അതിന് മീനിങ് എപ്പോഴും സെയിം മീനിങ് തന്നെ ആയിരിക്കും എന്നാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് കാര്യം, ഞാനിപ്പോൾ ഈ എ എവിടെ എടുത്തിട്ട് എഴുതിയിട്ട് ആപ്പിൾ ആണെങ്കിൽ അറ്റത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ലല്ലോ. ബിക്കോസ് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? എ ആപ്പിൾ, ഒരു ആപ്പിൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെന്താ? ഇത് ഇവർ ഒരു വേർഡായിട്ടാണ് കാണണേ. അത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഫസ്റ്റ് പൊസിഷനിൽ വരും. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ത് വന്നു? നമ്മുടെ വെർബ് കൂട്ടം വന്നു സെക്കൻഡ് പൊസിഷനിൽ. എന്നിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തും വന്നു? സബ്ജക്റ്റും വന്നു. അപ്പോൾ ജർമ്മൻ റൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ശരിയായുള്ള സെൻറ്റൻസ് ആണ്. അത് പറഞ്ഞാൽ എ ആപ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. ഇനി മൂന്നാമത്തേത് നോക്കുമ്പോൾ എന്താ? ഞാൻ എച്ച് എന്ന് പറഞ്ഞ സംഭവം ആദ്യം വന്ന് എഴുതി അല്ലേ? എന്നാൽ പോലും എച്ച് ആദ്യത്തെ പൊസിഷൻ എടുത്തു, വെർബ് എവിടെ വന്നു? സെക്കൻഡ് പൊസിഷനിൽ വന്നു, സബ്ജക്റ്റിൻ്റെ അപ്പുറത്തും വന്നു. അപ്പോൾ ഇതും ശരിയായുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി നാലാമത്തെ വന്നപ്പോൾ എന്ത് വെച്ച്? വെർബ്
ആദ്യം വന്നു. അപ്പോൾ ഓർക്കാൻ നമ്മൾ പറഞ്ഞില്ല, വെർബ് എപ്പോഴും ഒരു സെൻറ്റൻസ് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. പക്ഷേ ഈ വെർബ് ഫസ്റ്റ് പൊസിഷനാകുമ്പോൾ എന്താവും, അതൊരു ക്വസ്റ്റ്യനായി മാറും. ഓക്കെ, ആ ക്വസ്റ്റ്യനെ പറയാനാണ് യാ ഓടാ നയൻ ഫ്രാഗ്, അതല്ല യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുക എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഇപ്പോൾ ഉണ്ടോ, അപ്പം നമ്മൾ എന്ത് പറയും, ആ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതാണ് ഇത് വന്നേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ചോദിക്കാം. ഇപ്പം ഇത് മാറ്റി ഞാൻ പറയുക ഹാസ് ടു ആൻ ആപ്പിൾ യെറ്റ്സ്. ഇപ്പോൾ നിൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെന്താ പറയണേ, യെസ് അല്ലെങ്കിൽ നോ. സോ അതാണ് ബേസിക് സെൻറ്റൻസ് മേക്കിംഗ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ ഇഷ് ഹൈസ് ത്രേസ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ് ഹൈസ് അതിൽ നോക്കാം, ഇഷ് സബ്ജക്റ്റ് ആദ്യം വന്നു, വെർബ് സെക്കൻഡ് വന്നു. അല്ലെങ്കിൽ ഇഷ് കോമ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ, സബ്ജക്റ്റ് ആദ്യം വന്നു, കോമ രണ്ടാമത്തെ വന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണെന്ന്? സത്യം പറഞ്ഞാൽ ഈ സെൻറ്റൻസ് മേക്കിംഗ്, അത് ജർമ്മൻ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. ആകെ നമുക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കണ വെർബ് അറിയണം. അത് ആ വെർബ്, ആ ആക്ഷൻ ഞാനാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആരാണോ ചെയ്യണം നോക്കാം. എന്നിട്ട് ആ ആക്ഷനും കൂടി എഴുതിയിട്ട് വേണം നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം എനിക്ക് ഹോംവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുക എന്നൊരു വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്കൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്യുക, ഞാൻ എന്ന് പറയുമ്പോൾ എന്തായി, ഇഷായി. ഇഷ് മാക്ക്. ഇനി ഹോംവർക്കിന് എന്താ പറയണത്, ദി ഹൗസ് ഓഫ് കാവ്യ. ഞാൻ ഹോംവർക്ക്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഹോംവർക്ക് ഏത് നമ്മൾ വെർബ് പഠിച്ചു എന്തായിരുന്നു, ഷ്രൈവൻ. അപ്പം എന്താ, ഷ്രൈവ് ദി ഹൗസ് ഓഫ് കാബ്. അപ്പം മനസ്സിലായോ, നമുക്ക് ജസ്റ്റ് ആ ഒരു വെർബും പിന്നെ ആ വെർബിൻ്റെ ആക്ഷൻ ആരാ ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി നമുക്ക് സുഖമായിട്ട് നമുക്ക് ജർമ്മൻ എഴുതുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.